യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രാരംഭമായി നമുക്ക് അപ്പോസ്തലനായ പൗലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കും. കൊലോസ്യൻസ് 2-ന്റെ 13 മുതൽ 15 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചാൽ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രകർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ക്രൂശിൽ മരണം, അല്ലെ യേശു കർത്താവിന്റെ ക്രൂശിൽ മരണത്തെ കുറിച്ചുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ നിറഞ്ഞവരുടെ വിഷയം പറയുന്നു. ഹല്ലേലൂയ. എന്തിനാണ് അവ ഈ നിലപാടെടുത്തത്? അടിച്ചു പൊളിച്ച് ലോകപ്രകാരം ജീവിക്കല്ലായിരുന്നു. എനിക്കൊരു തിരിച്ചറിവുണ്ടായി. എൻ്റെ പാപങ്ങളെ, രോഗങ്ങളെ, ശാപങ്ങളെ എല്ലാം ഒരുവൻ ക്രൂശിൽ ഏറ്റെടുത്തു. അകൃത്യങ്ങളിൽ മരിച്ചവനായിരുന്ന എന്നെ ഒരുവൻ വീണ്ടെടുത്തു. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഒരാമയും പറഞ്ഞാണ് വായിച്ചാണ്. നമ്മോട് ക്ഷമിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മൾ ചെയ്തു വന്ന എല്ലാ തലങ്ങളോടും നമ്മോട് ക്ഷമിച്ചു. എന്താ ക്ഷമിച്ചത്? അതിക്രമങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകളെ മായ്ച്ച്, കേട്ടോ, നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെ. ഇപ്പോഴും ആ കൈയെഴുത്തിന്റെ വിഷയങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കൈയെഴുത്തിലെ കഥ ഇരുന്നുകൊണ്ട് മണിക്കൂറുകൾ പറയും. നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെ അവൻ മായ്ച്ചു. വായിച്ചു. മായ്ച്ചിട്ട് എന്ത് ചെയ്തു? ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പൊ നീക്കിക്കളഞ്ഞതിലല്ല നീ നോക്കേണ്ടത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഉള്ള ദൈവത്തിന്റെ പദ്ധതികളെ നീ കാണേണ്ടത്. ഹല്ലേലൂയ. എന്നിൽ നിന്ന് മോചനങ്ങളുടെ അതിക്രമങ്ങൾ, അല്ലേ? ഇപ്പൊ നമ്മൾ മുൻപ് ആരായിരുന്നു? തെറ്റുകൾ ചെയ്ത്, അതിക്രമങ്ങൾ ചെയ്ത് ജീവിച്ച നമ്മൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായി. ആ തിരിച്ചറിവ് ഉണ്ടായത് നമ്മുടെ ഗുണം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ. ക്രൂശിൽ എന്താണ് നടന്നതെന്നുള്ള ഒരു പരിജ്ഞാനം അകത്തുണ്ടായി. ആ പരിജ്ഞാനം അകത്ത് വന്നപ്പോൾ ജീവിതത്തിന്റെ രീതികൾക്ക് വലിയ വ്യത്യാസം സംഭവിച്ചു. വാക്യം പൂർണ്ണമായ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പരസ്യ കാഴ്ചയാക്കി, അല്ലേ? ഇതാണ് ക്രൂശിൽ നടന്നത്. ഹല്ലേലൂയ. ജയോത്സവം കൊണ്ടാടി. ക്രൂശിലെ ജയോത്സവത്തിലാണ് നീ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം സന്തോഷപൂർണമായിരിക്കും. ഏതവസ്ഥയിലും നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും, എന്റെ ദൈവം എനിക്ക് അനുകൂലമായാൽ പ്രതികൂലമായ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയുന്നു. എഫേസ്യൻസ് 1:7. എഫേസ്യൻസ് 1:7. യേശു കർത്താവിന്റെ രക്തത്താൽ. അപ്പൊ അതിക്രമങ്ങളുടെ മോചനം എങ്ങനെ ഉണ്ടാകുന്നത്? യേശു കർത്താവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അതിക്രമങ്ങളിൽ നിന്നുള്ള മോചനം. ആ മോചനം എങ്ങനെ സാധിച്ചു? യേശുവിന്റെ രക്തത്താൽ. ആമേൻ പറഞ്ഞാണ്. സ്തോത്രം. റോമൻസ് 6-ാം അധ്യായം അതിന്റെ 5, 6, 14, 5-ാം വാക്യം ആദ്യം വായിക്കാം. 6:5. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കപ്പെടുന്നു. നമുക്കറിയാവില്ല, എന്താണെന്ന് വിശദീകരിക്കുന്നില്ല ഇപ്പം. ആയെങ്കിൽ അവന്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിക്കപ്പെട്ടു എങ്കിൽ പുനരുത്ഥാനത്തിന്റെ ഏകീഭവിക്കും. മരിച്ചെങ്കിൽ അടക്കപ്പെട്ടെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്. ഹല്ലേലൂയ. അതിനോട് നിങ്ങൾ ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തതുകൊണ്ട് പാപ ശരീരത്തിന്റെ നീക്കം വരേണ്ടതില്ല. നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് എന്ന് നാം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആരാണ്? പുതിയ മനുഷ്യരായി മാറി, പുതിയ ഉടമ്പടിക്ക് അധീനരായി മാറി. പഴയ ഉടമ്പടിയിലല്ല, പുതിയ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ എന്ത് ചെയ്തു?
അധീനനായി മാറി. കാരണം പഴയ മനുഷ്യൻ ഇല്ലാതായി മാറി. ഇപ്പോൾ ജീവിക്കുന്ന പുതിയ വ്യക്തിയാണ്. പുതിയ ഉടമ്പടിക്കകത്താണ് ആയിരിക്കുന്നത്. ആ ഉടമ്പടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ രക്തത്താൽ. ബ്ലഡ് കവനന്റ്, രക്ത ഉടമ്പടിക്കകത്താണ്. ആട്ടുകൊറ്റന്മാരുടെയോ കാളക്രാവിന്റെയോ പക്ഷികളുടെയോ രക്തം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ഉടമ്പടിയല്ല, യേശുവിന്റെ പുണ്യാഹ രക്തത്താലുള്ള ഉടമ്പടി. വായിച്ചാട്ടെ 14 വായിക്കണം. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിൽ ഈ ഉടമ്പടിയിലായിരിക്കണം. മനസ്സിലാക്കുക, ന്യൂ കവനന്റ്, ബ്ലഡ് കവനന്റ്, അതിലേക്ക് എത്തപ്പെട്ടവർ മനസ്സിലാക്കുക, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ. അപ്പൊ നിങ്ങൾ അധീനപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? എന്തിനകത്താണ് നിങ്ങളായിരിക്കുന്നത്? ഏത് കൂടാരത്തിലാണ് നിങ്ങളായിരിക്കുന്നത്? കൃപയുടെ കൂടാരത്തിൽ. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കൂടാരത്തിലല്ല ആയിരിക്കുന്നത്, കൃപയ്ക്കത്ര അധീനരായിരിക്കുന്നത്. കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. ഒരിക്കലൊരു ദൈവദാസൻ, അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരും, എങ്ങനെയൊക്കെ ദൈവദാസന്മാർ പറയുമോ? ഒരാൾ പറയുന്നത് കേട്ട് ഞാൻ കേട്ടു, പ്രസംഗിക്കുന്ന മധ്യത്തിൽ വാക്ക് കേട്ടു. ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ 2 ബോണ്ട ഇങ്ങനെ ചൂടോട് ആവിയോടിരുന്നാൽ എടുത്ത് വായിലിടത്തില്ലേ? കാരണം വിശന്ന് പോയിരിക്കുമ്പോൾ അവൻ ബോണ്ട കാണുമ്പോൾ എന്ത് ചെയ്യും? കൊതി പിടിക്കുക. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കൊതിയും ഒക്കെ ഇല്ലാതാക്കുന്ന പ്രോസസ് ഏത്? കർത്താവിന്റെ സന്നിധി എന്ന് പറഞ്ഞ് ഈ കല്ലിനെ നിനക്ക് ഇപ്പൊ കാണിച്ചുതരാം, അവിടെ വലിയ അപ്പോ ചെറിയപ്പോ 2 ടൈപ്പ് ഉണ്ടാക്കി ഇപ്പൊ കാണിച്ചുതരാന്ന് കർത്താവ് പറഞ്ഞു. പിശാചിന്റെ തന്ത്രങ്ങളോട് വചനാടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കുന്നവനാണ് ദൈവനാമത്തിൽ നയിക്കപ്പെടുന്നത്. അതാണ് വചനം പറയുന്നത്. കൃപയ്ക്ക് അധീനരാണെങ്കിൽ നിങ്ങളിൽ എന്തുണ്ടാകത്തില്ല? പാപത്തിന്റെ കർത്തൃത്വം ഉണ്ടാകില്ല. അത് കിട്ടുന്നുണ്ടോ? ഞാൻ നിയന്ത്രിച്ച് അല്ലെ, പ്രത്യേകമായ രീതിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് എന്റെ ജീവിതത്തെ ഞാൻ ഇതിനെ കൺട്രോൾ ചെയ്തു പോവുക. നീ വീഴും. എന്റെ ഭാഷ പറഞ്ഞാൽ നീ ഒന്നല്ലെങ്കിൽ വേറെ മണ്ഡലത്തിൽ വീഴും. എനിക്ക് പറയാനുള്ള, ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു പോവല്ലേ, പരിശുദ്ധാത്മാവ് എന്നെ കൺട്രോൾ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മുന്നോട്ട് ചലിക്കുന്നു. ഇത് രണ്ട് ഉടമ്പടിയാ. പ്രമാണിച്ച് പ്രവർത്തിച്ച് നേടിയെടുക്കുന്ന ഒരു വിഷയം. മറ്റൊരു ഭാഗം, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ചലിക്കുന്നു. എന്നെ ചലിപ്പിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ എവിടേക്ക് പോകണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ചെയ്യതെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരുവനുണ്ട്. ഇത് മനസ്സിലാക്കിയ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളായിരിക്കുന്നത് കൃപയുടെ ഉടമ്പടിക്കാണ്, രക്ത ഉടമ്പടി. ഈ രക്ത ഉടമ്പടി എങ്ങനെയാണ്? ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കിടാവിന്റെയോ കുറിപ്രാവിന്റെയോ രക്തം കൊണ്ടുണ്ടാക്കിയെടുത്തൊരു ഉടമ്പടിയല്ല, വചനമായവന്റെ രക്തം കൊണ്ടുണ്ടാക്കിയ ഉടമ്പടി. സ്തോത്രം. റോമൻസ് 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റോമൻസ് 8-ന്റെ 1-2 വായിച്ചാണ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിലായിരിക്കുന്നവർ, ക്രിസ്തു യേശുവിലായിരിക്കുന്ന പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് തികവുണ്ടായവർ. അതിനെ അങ്ങനെ വിവക്ഷിക്കാൻ പറ്റും. എന്താണ് ക്രൂശിൽ എന്റെ കർത്താവ് ചെയ്തതെന്നുള്ള തിരിച്ചറിവുണ്ടായവർ, ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന പരിജ്ഞാനം നേടിയവർ, അവർക്ക് ഇനിയും എന്തില്ല? ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരാമയും പറയാൻ തയ്യാറാണോ? രണ്ടാമത്തെ വാക്യം വായിക്കണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. എവിടെ നിന്നുള്ള സ്വാതന്ത്ര്യം വന്നു? ഒന്നുകൂടെ വായിച്ചേ. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. ക്ലിയർ ആകുന്നുണ്ടോ? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്
എനിക്ക് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രമാണങ്ങൾക്ക് എന്റെ മേൽ ഇനി അധികാരമില്ല. ആമേൻ പറഞ്ഞാണ്. ആമേൻ. അപ്പൊ നിങ്ങൾ ആരാണ്? ക്രിസ്തു യേശുവിലായിരിക്കുന്ന നിങ്ങൾ ആരാണ്? 1 പത്രോസ് 2:9, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നേടിയവർ ആരാണ്? 1 പത്രോസ് 2:9 വായിച്ചു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. അപ്പൊ മോചനം, അതിക്രമങ്ങളുടെ മോചനം ഉണ്ടായി, അന്ധകാരത്തിൽ നിന്നുള്ള മോചനം ഉണ്ടായി, പാപങ്ങളിൽ നിന്നുള്ള മോചനം ഉണ്ടായി. അല്ലേ? ഇവിടെ എന്തിരിക്കുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ആരാ? തെരഞ്ഞെടുക്കപ്പെട്ടവർ. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ആരാ? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും അത്രേ, റോയൽ പ്രീസ്റ്റ്ഹുഡ് അത്രേ ദൈവം നിനക്ക് കൽപ്പിച്ചിരിക്കുന്നത്. നീ ആരാണ്? രാജകീയ പുരോഹിത വർഗം അത്രേ. ഹല്ലേലൂയ. ചെറുകർത്താവിനെ ശ്രദ്ധിച്ചാൽ ആ വാക്യം പൂർണ്ണമായോ? രാജീയ പുരോഹിത വർഗവും ഒരു ജാതിയും രാജീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാവും. ഗ്രാമീൺ പറഞ്ഞാട്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും കേട്ടോ. നിനക്ക് എന്താ തന്നിരിക്കുക? രാജ്യം തന്നിരിക്കുക. രാജ്യവും പിന്നെ കടത്തിരുന്നിരിക്കുന്ന മുമ്പ് നമ്മൾ വിളിച്ചൊരു രാജീയ പുരോഹിത വർഗത്തിന്റെ ഡെഫിനിഷൻ കിട്ടണം. പിന്നെ എന്തിയാക്കിയിരിക്കുക? പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ. അങ്ങനെ ആക്കി തീർത്തവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എനിക്ക് വേണ്ടി സകലതും ക്രൂശിൽ നിവർത്തിച്ച ഒരുവൻ എന്നെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. അവന്റെ രാജ്യത്തിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തി. ആമീൻ പറയാൻ എത്ര പേർക്ക് പറ്റും? ആമീൻ പറഞ്ഞാട്ട്. പറ്റുന്നവരെ പറയാവൂ കേട്ടോ. ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർ മാത്രമേ ആമീൻ പറയാവൂ. ഹല്ലേലൂയ. നീ സാധാരണക്കാരനെ പോലെ ചിന്തിക്കേണ്ടവനല്ല. സാധാരണ ഒരു വ്യക്തിയെ പോലെ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടവനല്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിൽ ഓടി ഒളിച്ചേക്കാമെന്ന് ചിന്തിക്കരുത്. കാരണം നീ നിസ്സാരക്കാരനല്ല. ഈ പ്രശ്നങ്ങൾ നിന്റെ കാൽച്ചുവട്ടിലാണ്. നീ ഇതിന്റെ മുകളിലൂടെ നടക്കുക തന്നെ ചെയ്യും. ഇതിനെ നീ ഓവർകം ചെയ്യുന്നവനായി മാറും. നീ ആരാണ്? മോർ ദാൻ എ കോൺകറർ. ജയാളികളെക്കാളും ജയാളികൾ അത്രേ നിങ്ങൾ. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. അരുമനാഥ പ്രിയ പിതാവേ, കർത്താവേ, ഞങ്ങൾ ആരെന്നുള്ള ഒരു തിരിച്ചറിവ് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്തു സ്തോത്രം. ബലപ്പെടുത്തുന്ന കൃപയെ ഓർത്തു സ്തോത്രം. ഈ വചനം ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ സകല നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. പരാജിതനാണ് ഞാൻ പരാജിതനാണ് എന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞ ചിലർ അങ്ങനെ അല്ലെന്ന് തിരുത്തി പറയുവാൻ ഈ വചനം മുഖാന്തരമേ മാറട്ടെ. ജയിച്ച ഒരുവൻ എന്റെ കൂടെ ഉണ്ടെന്നേ. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പരാജിതനാകത്തില്ല. ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ എന്റെ കാൽ ചുവട്ടിലാവും. ആ ബോധ്യം ഓരോരുത്തർക്കും പകരുന്നതിനെ ഓർത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ഇൻ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമത്രേ, വിശുദ്ധ ജനമത്രേ, സ്വന്ത ജനമത്രേ. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.